ബോച്ചയെ കുറിച്ചിട്ട് ചില തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നതായിരുന്നു മിക്കപേരും ധരിച്ചിരുന്നത്. എന്നാൽ റഹീമിന്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ആ സൽപ്രവൃത്തിയെ ഇന്ന് മലയാളികൾ ഒന്നടക്കം അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആരെയും നമ്മൾ മുൻവിധിയോടുകൂടി നോക്കിക്കാണാൻ പാടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മയോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ. റഹീമിന്റെ മോചനത്തിനാവശ്യമായ ഫണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മ 1 ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നതും അത് സ്വീകരിക്കുന്നതും അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറയുന്ന ചില കമന്റുകളൊക്കെയാണ്. അത് ഏകദേശം വളരെ വൈറലായിട്ടുള്ള ഒരു ഇതാണ്. എന്തായാലും ആ അമ്മക്ക് ഇങ്ങനെയുള്ള ഒരു മോനെ ജന്മം കൊടുത്തതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ബോച്ചയുടെ ചില പ്രവൃത്തികളൊക്കെ പലവരും കോമാളിത്തരമായിട്ടായിരുന്നു ഇതുവരെ കണ്ടുവന്നത്. എന്നാൽ ബോച്ച അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, മനസ്സിൽ ഏറെ നന്മയുള്ള വ്യക്തിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ ബോച്ചയെ പോലുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നമായി നമ്മൾ കാണും. പ്രത്യേകിച്ച് വിശിഷ്ട മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് എളുപ്പത്തിൽ സാധൂകരിക്കാൻ പറ്റൂ എന്ന രീതിയിലേക്കാണ് റഹീമിന്റെ ഈ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.